ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂർ കോരമംഗലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സംഭവം നമ്മൾ വരുമ്പോൾ തൊട്ട് ഫുൾ വ്ലോഗ് എടുക്കണം എന്നൊക്കെ ഓർത്താണ്, പക്ഷേ കുറേ പണികൾ കിട്ടി. അതുകൊണ്ട് വരുന്ന കാര്യം കൺഫ്യൂഷൻ ആയിരുന്നു. നമ്മൾ സേലത്തിൽ നിന്ന് കോയമ്പത്തൂർ വഴി നമ്മുടെ അഫ്സൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവനെയും കൂട്ടി പിക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ 5 പേരുമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം നമ്മളിവിടെ മോർണിംഗ് എത്തി. റൂം കിട്ടാൻ കുറേ പാടുപെട്ടു, തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇവിടെ റൂം കിട്ടിയിരിക്കുകയാണ്. അരമണിക്കൂറോടെ എടുക്കും. അൽനൂർ പാലസ് അവിടെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ബാംഗ്ലൂർ കോരമംഗലാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഈ ഒരു ഇതാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. ഇതിനകത്ത് അടിയിലോട്ടെല്ലാം ഉണ്ട്. റൂമൊക്കെ നല്ല സെറ്റപ്പ് റൂമായിരുന്നു. 2 റൂം വേണ്ടി വന്നു, 5 പേര് വേണ്ടതുകൊണ്ട്. നമ്മുടെ ദുബായിലിട്ടു കോയമ്പത്തൂർ അഫ്സൽ, പിന്നെ ബാക്കി നമ്മുടെ ആൾക്കാരെല്ലാവരും ഉണ്ട്. ഇന്നലെ വൈകിട്ട് നമ്മൾ വന്നു. ഇന്നലെ ഫുള്ള് പബ്ബിലായിരുന്നു. അവിടെ ബഹളവും അതും ഇതൊക്കെയാണ്. അവിടെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്നിപ്പം അടുത്തടുത്തേക്ക് പോവാം. ഇന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ബ്ലോഗിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഒന്നും ഓരോ സാഹചര്യം കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. ഇനി ഇത് കാണിക്കാം. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി കാർ വിട്ടിട്ട് വഴി സൈഡ് ഒതുക്കി കിട്ടും. ഇവിടുത്തെ പ്രധാന പാർക്കിങ് കിട്ടുന്നതാണ്. അപ്പം കിട്ടുന്നിടത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുക ഇറങ്ങുക. എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കട കണ്ടു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. എല്ലാവരും നടക്കുന്നുണ്ട്. ഇത് കൂട്ടി ഇടവകകളൊക്കെ നല്ല രസമാണ്. ഇവിടെ കുറച്ച് മരങ്ങളെങ്കിലും ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ റെസ്റ്റോറൻറ്റ്. ഇവിടെ തിരക്കൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ള ഐറ്റംസ്. അങ്ങനെ നമ്മുടെ കുറച്ച് ഫുഡ് വന്നിട്ടുണ്ട്. അമ്മമാർ രണ്ടത്തെ അവിടെ നിൽക്കുക. ഇവിടെയൊക്കെ ആദ്യം ടോക്കൺ സിസ്റ്റം, ടോക്കൺ എടുക്കുക, ഫുഡ് മേടിക്കുക, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മസാല ദോശയും സാമ്പാർ ചമ്മന്തികളുണ്ട്. മസാല ദോശ കണ്ടാൽ ചെറുതാന്ന് ഓർക്കും, പക്ഷേ ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മുടെ അടുത്ത പോലെ തന്നെ ഇവർ ഒത്തിരി പരത്താൻ നിൽക്കല്ല, കട്ടിക്കുക തന്നെ. പിന്നെ ചായയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വന്നു. UB സിറ്റി മാൾ എന്നാണ് മാര് പറഞ്ഞത്. അപ്പോൾ ആ മാളിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇതാണ്, ഒരു രക്ഷയില്ല. മാള് രക്ഷയില്ലേ. നല്ല അടിപൊളി മാളാട്ടോ. അങ്ങനെ നമ്മൾ ഈ മാളിൻ്റെ റൂഫ് ടോപ്പിൽ വന്നിരിക്കുക. അടിപൊളിയാണ് കേട്ടോ റൂഫ് ടോപ്പ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഇതാണ് ഈ ഒരു മാളിൻ്റെ റൂഫ്. ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. ഇഷ്ടംപോലെ ഫോറിനേഴ്സ് അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ മാളിൽ നിന്ന് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. മാളിനകത്ത് കയറിയിട്ട് പർച്ചേസോ അങ്ങനെ അതിൽ കറക്കൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ ഒരു മുകളിൽ ചെന്നപ്പം ഒരു അടിപൊളി ഫോട്ടോ എടുക്കാനുള്ള ഏരിയ ഉണ്ടായിരുന്നു. അപ്പം ഡ്രസ്സ് മാറി ആവുമാരും എല്ലാവരും എന്തുണ്ടോ അങ്ങോട്ട് പോയപ്പോൾ ഉള്ള ഉടുപ്പിലല്ല ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഈ ബാംഗ്ലൂർ വന്നിട്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ UB സിറ്റി മാളിൽ വരിക. നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മുകളെല്ലാം അതിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കയറിയ മാള്. നമ്മൾ ഈ മാളിൽ വെളിയിൽ വന്നു. പിന്നെ അടുത്ത ഷോപ്പിങ്ങിന് പോവാം, മാർക്കറ്റിലോട്ട്. അപ്പം മാളിൽ നിന്ന് വന്ന് നമ്മൾ മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന വലിയ ബിൽഡിംഗ് ഉണ്ടോ, ബിൽഡിങ്ങിൻ്റെ 4th ഫ്ലോറിനകത്ത് പാർക്കിംഗ് ഉണ്ട്. അപ്പം മാർക്കറ്റിൽ വരുന്നവർക്ക് ഇതിനകത്ത് വണ്ടി ഇടാം. 20 രൂപയേ ഉള്ളൂ. ഈ ബിൽഡിങ്ങിൻ്റെ വണ്ടയിലൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മാർക്കറ്റിൽ കയറി മാർക്കറ്റിലെ ഓരോ കാര്യങ്ങൾ കാണാം. ഇതിപ്പോൾ മെയിനായിട്ട് ഫാൻസി ലൈറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആട്ടോ ഇവിടെ ഫുള്ള്. വലിയ ഷാൻഡിയർ എല്ലാ സൈസ് ലൈറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടെ തപ്പാം. അപ്പോൾ മാർക്കറ്റിനുള്ളിലാണ് ഇഷ്ടംപോലെ കടകളുള്ളത്. ഇതുണ്ടോ, ട്രോളി ബാഗ്സ് ഉണ്ട്, ബെൽറ്റ്, വാച്ചൊക്കെ നോക്കുകയാണ്. അപ്പം നടന്ന് നമ്മൾ മാർക്കറ്റിന് ഏതോ ഒരു ഭാഗത്ത് നടുക്കെത്തിയിട്ടുണ്ട്. ഒരു തിയേറ്ററുണ്ട്, അമ്പലമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്കറ്റിനുള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ട് ഒരു ക്ലോക്കിൻ്റെ ഷോപ്പാണ്. ഇതുണ്ടോ, ഇതിനൊക്കെ 1000 രൂപ, ഇതിന് 1600 രൂപ. പക്ഷെ നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹോൾസെയിൽ ഔട്ട്ലെറ്റും റീറ്റെയിൽ ഔട്ട്ലെറ്റും ഉണ്ട്. നമ്മൾ ഈ ഹോൾസെയിലിനകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യം റീറ്റെയിലായിരുന്നു. പിന്നെ നമ്മൾ കുറേ കിടന്ന് കറങ്ങി. അപ്പോൾ ഒരു ചെറുക്കനുണ്ടായിരുന്നു. അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. പാവമായിരുന്നു കേട്ടോ. നമ്മളോട് കുറേ നേരം വർത്താനം പറഞ്ഞ് വഴിയൊക്കെ പറഞ്ഞു തന്നു. അവൻ്റെ അച്ഛന് ഇവിടെ ഷോപ്പെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ പോയി പെർഫ്യൂമൊക്കെ ആയിരുന്നു. അങ്ങനെ വലിയ ആവശ്യമുള്ളതൊന്നുമില്ല. അതുകൊണ്ട് നമ്മളത് കഴിഞ്ഞു. ഇനി അടുത്തത് ഏരിയയിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ വരുന്നവരൊക്കെ നോക്കിക്കോണം. വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് അതുപോലെ പോലീസ് വന്ന് ക്ലിപ്പിടും.
പിന്നെ ഇത് എടുക്കണ അവന്മാരുടെ അടുത്ത് പോകണം, നമുക്ക് വള്ളിയാവും. അപ്പോൾ ഇത് നമ്മൾ വന്നു നടന്ന് പിന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടോ ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് വിളക്ക് അങ്ങനത്തെ ഐറ്റംസ് കാണാം, ഡ്രസ്സുണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വന്നു. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. രാവിലത്തെ മസാല ദോശ മാത്രമേ ഉള്ളൂ. പിന്നെ മന്തി എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കയറി നോക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടായിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്കായിരുന്നു നമ്മൾ കുറേ ഫുഡ് കഴിക്കാൻ സ്പോട്ട് നോക്കി, ബിരിയാണിയൊക്കെ നോക്കി. അപ്പോഴാണ് ഈ നെഹദി മന്തി അറിഞ്ഞത്. നല്ല ഫുഡൊന്നുമില്ല കണ്ടു. ഒരു വൈകുന്നേരം 5 മണി ആയതുകൊണ്ടൊന്നും വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നെഹദി മന്തി കയറി നോക്കാം. ഇത് എങ്ങനെ നമ്മൾ ഈ നെഹദി മന്തിക്ക് അകത്തിരിക്കുകയാണ്. ഇതിനകത്ത് മജ്ലിസൊക്കെ ഉണ്ട്. ബട്ട് ഇരുന്ന് കഴിക്കാൻ ഷൂസ് ഊരണം വാടകയ്ക്കാണെന്ന് ഓർത്ത് നമ്മൾ ആരും ഇരുന്ന് കഴിക്കുന്നില്ല. അപ്പോൾ അതേ നമ്മൾ ഓർഡറൊക്കെ പ്ലേസ് ഇട്ടിരിക്കുകയാണ്. ഈ കാണുന്ന 4 പാക്സ് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് നമുക്ക് നമ്മുടെ സൂപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്ലേറ്റർ വന്നിരിക്കുകയാണ്. ഇത്രയും ഐറ്റംസാണ് ഉള്ളത്. അങ്ങനെ വലിയ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അതിനോട് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീമൊക്കെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. എനിക്ക് തൊണ്ട വേണ്ടി ഞാൻ കഴിച്ചില്ല ഗൈസ്. അപ്പം അത് കഴിഞ്ഞത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. എനിക്കറിയാം തലയും വാലും ഇല്ലാത്ത സൈസ് വ്ളോഗായിപ്പോയി. നമ്മൾ നല്ലപോലെ എടുക്കണമെന്ന് ഓർത്താണ്. പക്ഷേ തുടക്കം നമ്മളിവിടെ ഉദ്ദേശം പോലെ ഇറങ്ങാൻ പറ്റില്ല, ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വരാൻ നേരം നമ്മൾ അവിടെ കൊണ്ട് വീഡിയോ കട്ട് ചെയ്തു. കാരണം തിരിച്ച് നമ്മൾ എല്ലാവരും പാട്ടൊക്കെ പാടി ഓളം വെച്ചാണ് വന്നത്. പിന്നെ ആ റോഡൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കാമല്ലോ. രാത്രി വലിയ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓരോ വണ്ടികൾ തെന്നിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. തിരിച്ച് നമ്മൾ കോയമ്പത്തൂർ വഴിയാട്ടോ വന്നത്. കാരണം അഫ്സൽ ആദ്യം നമ്മുടെ അടുത്ത് സേലത്തോട്ടാണ് വന്നത്. അവന് നമ്മൾ കമ്പം വഴി പോയിട്ട് തിരിച്ച് നമ്മൾ കോയമ്പത്തൂർ വഴിയാണ് വന്നത്. അതാകുമ്പോൾ അഫ്സൽ കോയമ്പത്തൂരാണ്. അവന് നമ്മൾ കോയമ്പത്തൂർ ഇറക്കി വിട്ടു. പിന്നെ നമ്മൾ ആ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാട്ടോ ഫുഡ് കഴിച്ചു. ഒരു 10-12 മണിയായി. അവിടെ വേറെ കടയൊന്നുമില്ല, വലിയ ടൗണൊക്കെ ആയിരുന്നു. പക്ഷേ ബസ് സ്റ്റാൻഡിനവിടെ പോയി രാത്രി കടകളുണ്ടായിരുന്നു. അവിടുന്ന് കഴിച്ചു. തിരിച്ച് നമ്മൾ വന്നു പാലക്കാട് വഴിയാട്ടോ വന്നത്. പിന്നെ ആ വഴി സ്പീഡ് ക്യാമറ ഉണ്ട്. മറ്റേ വഴിയാണെങ്കിൽ സ്പീഡ് ക്യാമറ ഇത്രയും പോലും തിരക്കില്ല. നമുക്ക് വിട്ടടിച്ച് പോകാനൊക്കെ പറ്റുമായിരുന്നു കമ്പം വഴി പോവുകയാണെങ്കിൽ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനിയും നമ്മൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുവരെ കാണാം. ബൈ.